സമരത്തിന് വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ ചെയ്യട്ടെ. ആരുടെ മുമ്പിലാ സമരം ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ദീർഘകാല വൈദ്യുതി കരാറ് ഹരിയാടൻ മുഹമ്മദിന്റെ കാലത്തുണ്ടായത് അവരുടെ കാലത്താണ് റദ്ദാക്കപ്പെട്ടത്. അന്ന് അവർ നടപടി സ്വീകരിച്ചിട്ടില്ല. സണ്ണി ജോസഫ് വീണ്ടും വീണ്ടും ഫണ്ണി ജോസഫായി മാറുന്ന കാഴ്ചകളിലൊന്നാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ കേന്ദ്രത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേരളത്തിലെ അവസ്ഥ നമ്മൾ വിട്ടുപോകാൻ പാടില്ല. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കേണ്ടി വരുന്ന നമ്മുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ വീണ്ടും പരിതാപകരമാണല്ലേ. പവർ കട്ട് എന്ന് പറയുന്നൊരു സാധനം കഴിഞ്ഞ 10 വർഷക്കാലം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. UDF ഇല്ലാത്ത 9 വർഷക്കാലം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനടക്കമുള്ള ഇന്നത്തെ ഈ തലമുറയിൽപ്പെട്ട എല്ലാ പിള്ളേർക്കും അറിയാം എങ്ങനെയായിരുന്നു LDF ഇവിടെ ഉണ്ടായിരുന്ന സമയം, UDF പ്രതിപക്ഷത്തുണ്ടായിരുന്ന സമയം, ഈ സമയങ്ങളിൽ എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥയെന്ന്. അപ്പം അങ്ങനെ ഇടതുപക്ഷ സർക്കാർ, അത് പിണറായി വിജയൻ്റെ മാത്രം കഴിവുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പിണറായി വിജയൻ സഖാവിന് മുൻപുണ്ടായിരുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇരിക്കുന്ന സമയത്തും പവർ കട്ട് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല. പവർ കട്ട് എന്താണെന്ന് പോലും നമുക്കറിയില്ലായിരുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് മാറി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. ആ 2 സമയത്തും അല്ലെങ്കിൽ ഈ 3 സമയങ്ങളിലും VS ഉണ്ടായിരുന്ന സമയത്തും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്തും പിണറായി വിജയൻ വന്ന സമയത്തുമൊക്കെ ഒരേ KSEBയുടെ ഓഫീസും ഒരേ ഉദ്യോഗസ്ഥന്മാരും എക്യുപ്മെൻറ്റ്സും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്നാൽ പിണറായി വിജയൻ വന്നതിന് ശേഷം എങ്ങനെയാണ് പവർ കട്ടില്ലാത്ത ഒരു കേരളം, പവർ കട്ട് രഹിത കേരളം എന്ന് പറയുന്ന ഒരു കേരളം പടുത്തുയർത്താനായിട്ട് അവർക്ക് സാധിച്ചത്? അത് അവരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ആണത്തത്തിൻ്റെയും കഴിവിൻ്റെയും ഒക്കെ പ്രതീകമാണല്ലേ. ഇന്ന് എങ്ങനെയാണ് ആ പവർ കട്ട് രഹിത കേരളം പവർ കട്ടുള്ളൊരു കേരളമായി മാറിയത്? അത് ഈ വന്നിരിക്കുന്ന സർക്കാരിൻ്റെ കഴിവുകേടിൻ്റെയും അവരുടെ ആണത്തമില്ലായ്മയുടെയും പിടിപ്പുകേടിൻ്റെയും ഒക്കെ ഒരു പ്രധാന ഘടകമാണല്ലോ. ഇപ്പോൾ ഈ വൈദ്യുതി ക്ഷാമം നേരിടുന്നതിനെ പറ്റി കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നൊരു നേതാവ് കൊങ്ങിക്കുട്ടൻ പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. പിണറായി വിജയന്റെ പിടിപ്പുകേടും കഴിവുകേടും ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഇരുട്ടിൽ കഴിയേണ്ടി വരുന്നതെന്നും മെഴുകുതിരി പോലെയുള്ള മണ്ണെണ്ണ വിളക്ക് പോലെയുള്ള റാന്തൽ പോലെയുള്ള പല സാധനങ്ങളിലേക്കും നമുക്ക് വീണ്ടും പഴയതുപോലെ പോകേണ്ടി വരുമെന്നും ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകിയത് നമ്മൾ കണ്ടതാണ്. സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്തും അവിടെ വരുന്ന പോരായ്മകളെയും അതെല്ലാം പിണറായി വിജയന്റെ തലയിലേക്ക് കൊണ്ട് വെക്കാനാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് അധികാരത്തിൽ വന്നതെന്ന് നമുക്ക് എടുത്ത് ചോദിക്കേണ്ടി വരും. അങ്ങനെ തന്നെ ചോദിക്കാം അല്ലേ. എന്ത് കാണിക്കാനാണ് അധികാരത്തിൽ വന്നത്? ഈ പിണറായി വിജയന്റെ തലയിലേക്ക് എല്ലാം കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ അങ്ങ് ഒഴിഞ്ഞു, നിങ്ങൾക്കിനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, ഒന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, എല്ലാം പിണറായി വിജയന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന നല്ലത് മാത്രം, ആ നല്ലതല്ല ഞങ്ങളാണ്, ആ നല്ലതല്ല ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, പിണറായി വിജയൻ അല്ല എന്ന് പറയുന്ന ഒരു പ്രവണത ഇതെന്നു മുതലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കിട്ടിത്തുടങ്ങിയത്? നാക്കെടുത്താൽ കള്ളം മാത്രം പറയുന്ന കള്ളന്മാരുടെ ഒരു സംഘടനയാണ് UDF എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും കേരളത്തിലെ ജനങ്ങൾക്കില്ല, എനിക്കുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഇവർ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥയെന്നും ഇന്ന് UDF വന്ന സമയത്ത് എന്താണ് അവസ്ഥയെന്നും ഈ നാട്ടിലെ ജനങ്ങളെ ഞാനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുമില്ല. എല്ലാവർക്കും എല്ലാം അറിയുകയും ചെയ്യാം. അപ്പം അന്ന് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് UDF ഹരിയാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു കരാറ് പിണറായി വിജയൻ റദ്ദാക്കി. അതുമൂലമാണ് ഇന്ന് കേരളത്തിൽ പവർ കട്ട് വരുന്നതെന്ന് പറയുന്ന നീയൊക്കെ ആ 10 വർഷക്കാലം പിണറായി വിജയൻ സഖാവ് ഭരിക്കുന്ന സമയത്തും ആ ഒരു കരാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ കരാറിന്മേൽ തന്നെയാണോ അവർ ഈ പറയുന്ന വൈദ്യുതി ക്ഷാമം ഇല്ലാത്ത രീതിയിൽ കേരളത്തിനെ അവർ നയിച്ചത്, അല്ലെ മുന്നോട്ട് കൊണ്ടുപോയത്? അപ്പോൾ ആ കരാർ റദ്ദാക്കിയത് ഇവർ ഇറങ്ങുന്ന ആ ഒരു മാസമാണോ? ഒരിക്കലും അല്ലല്ലോ. നിങ്ങൾ പറയുന്ന പ്രകാരമാണെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ, ജനങ്ങൾ തോൽപ്പിച്ചു വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ, പടിയിറങ്ങി പോകുമ്പോൾ ആ ഒരു കരാർ റദ്ദാക്കിയിട്ട് പോയി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ കരാർ റദ്ദാക്കി, അല്ലെ പിണറായി വിജയനൊക്കെ അധികാരത്തിൽ വന്ന സമയത്ത് കരാർ റദ്ദാക്കി എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം പവർ കട്ട് ഇല്ലാതെ കേരളത്തിനെ അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചെന്നുള്ള ചോദ്യത്തിന് ഏതെങ്കിലും അടിമകൾക്ക് ഉത്തരം തരാൻ സാധിക്കുമെങ്കിൽ വന്നൊന്ന് ഉത്തരം തരണം. ഈ കുറേ പേര് വന്നിട്ട് പേഴ്സണൽ മെസ്സേജിലും കമൻറ്റ് ബോക്സിലും വന്നൊക്കെ കുറേ മെഴുകിയിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മെഴുകുന്നവന്മാരോടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല. കാരണം നിനക്കൊന്നും അറിയില്ല. വെറുതെ ഏതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ കിട്ടുന്ന സാധനങ്ങളും എടുത്തുകൊണ്ട് നുണേശൻ്റെ കഥകൾ, നുണക്കഥകൾ പറഞ്ഞ് പരത്താൻ വേണ്ടി നടക്കുന്ന അടിമകളാണ് നീയൊക്കെ. അപ്പോൾ എന്തായാലും ഫണ്ണി ജോസഫിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നീട് നമുക്കറിയാം കാർബോറാണ്ടം ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട ഒരു പദ്ധതി 2024 ലഭിക്കേണ്ടതായിരുന്നു. അത് ഇതുവരെ നീട്ടിക്കൊടുത്തു. കേരള ഗവൺമെന്റ് ആണ് നീട്ടിക്കൊടുത്തത്. തിരിച്ചു പിടിക്കാൻ നോക്കിയില്ല. കണ്ണൂർ ജില്ലയിൽ എന്റെ നിയോജക മണ്ഡലത്തിലാണ് ബാരാപ്പോട്. കഴിഞ്ഞ 1 വർഷമായിട്ട് അത് പ്രവർത്തനക്ഷമമല്ലാതെ അതിന്റെ കനാലിൽ ചോർച്ചയുണ്ടായി. അത് പരിഹാരം ഉണ്ടാക്കാൻ മന്ത്രി അന്ന് വന്നതാണ്. 1 വർഷം കഴിഞ്ഞ് മന്ത്രി വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവര് വേനൽക്കാലത്ത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ
അന്ന് വൈദ്യുതിയുടെ പ്രയാസം ഉണ്ടായപ്പോൾ അവരന്ന് ഒരു വൈദ്യുതിയും നിർമ്മിക്കുകയല്ല ഉത്പാദിപ്പിക്കുകയല്ല ചെയ്ത് വാങ്ങുകയല്ല ചെയ്ത് കടം വാങ്ങിയത്. അതുകൂടി ഇപ്പൊ മടക്കി കൊടുക്കേണ്ട ബാധ്യത കേരള സർക്കാരിന്റെ തലയിലുണ്ട്, കേരളത്തിലെ വൈദ്യുതി ബോർഡിന്റെ തലയിലുണ്ട്. അതുകൊണ്ട് അവരെ സമരം ചെയ്യേണ്ടത് അവർക്കെതിരെയാണ്, അന്നത്തെ ഗവൺമെന്റിനെതിരെയാണ്. വൈദ്യുതിയുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് പരിഹാരം ഉണ്ടാക്കാവുന്നതല്ല. പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിയാവുന്നത്ര വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ പലവട്ടമായ കാര്യങ്ങൾ സംസാരിച്ചു, ജലാനുമതികൾ വാങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് നമ്മളുടെ വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ പവർ സെക്രട്ടറി ഡൽഹിയിലെത്തി അവിടെയുള്ള പവർ സെക്രട്ടറിയുമായിട്ട്, നാഷണൽ പവർ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു. കേരളത്തിന് കൂടുതൽ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. മഴ കുറവാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ നമുക്കെല്ലാം അറിയാം. ഇപ്പൊ കാസർഗോഡും മാത്രമല്ല മഴ കുറവുള്ളത്, ഇടുക്കി പോലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ സംഭരണികളിൽ വെള്ളം കഴിഞ്ഞ കൊല്ലത്തിന്റെ അപേക്ഷിച്ച് പകുതി പോലും ഇല്ല. കഴിഞ്ഞ കൊല്ലം 60% ഉണ്ടായിരുന്നെങ്കിൽ ഇക്കൊല്ലത്ത് 28% മാത്രമാണ്. അതും പിണറായി വിജയന്റെ ഒരു കഴിവോ അല്ലെ പിണറായി വിജയൻ കാരണമോ ആണെന്ന് വേണമെങ്കിൽ ഒന്ന് പറ സണ്ണി സാറേ. എല്ലാം പിണറായി വിജയന്റെ തലയിലല്ലേ. അപ്പോൾ ആ വെള്ളം അന്നുണ്ടായിരുന്ന പിണറായി വിജയൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഒഴിച്ചതാണെന്നും പിണറായി വിജയന്റെ ബാത്റൂമിലെ വെള്ളം നിറച്ചതാണെന്നും ഒക്കെ വേണമെങ്കിൽ പറ. അങ്ങനെ പറയുമ്പോഴേ രസമുള്ളൂ. അല്ലാതെ ബാക്കി നെഗറ്റീവ് എല്ലാം പിണറായി വിജയന്റെ തലയിലും പോസിറ്റീവ് എല്ലാം നിങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിനെ വിളിക്കുന്നത് രാഷ്ട്രീയമെന്നല്ല, വേറെ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോവും. അപ്പോൾ ഇതിന് എന്തായാലും ഒരു മറുപടി വേണമല്ലോ. അപ്പോൾ ഞാൻ കേരള ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പേജിൽ ഈ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്തും അതിന് മുൻപുണ്ടായിരുന്ന കാലങ്ങളിലും പിണറായി വിജയൻ വന്ന സമയങ്ങളിലുമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ചെറിയ വ്യത്യാസം അവരൊരു ചെറിയൊരു റീലായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയുടെ നിങ്ങളെ കാണിച്ചിട്ട് എന്തായാലും ബാക്കി കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. തലതിരിഞ്ഞ നയങ്ങൾ, അഴിമതി, കെടുകാര്യസ്ഥത, ഇതായിരുന്നു 2016 മുൻപ് കേരളത്തിലെ വൈദ്യുതി മേഖലയുടെ അവസ്ഥ. തുടർച്ചയായ വൈദ്യുതി മുടക്കം കാരണം മെഴുകുതിരി നിർമ്മാതാക്കളുടെ ലാഭം കൂട്ടിയ ആ UDF ഭരണകാലം അങ്ങനെയൊന്നും മറക്കാനാവില്ല. സ്ഥിരമായി പണിമുടക്കുന്ന ട്രാൻസ്ഫോമറുകളും കാടുകയറി കിടന്ന പവർ സ്റ്റേഷനുകളും ആ ദുരിതത്തിന്റെ അടയാളങ്ങളായിരുന്നു. 300 മെഗാവോട്ട് വൈദ്യുതി അധികമായി ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് 3 മെഗാവോട്ട് പോലും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല. കറന്റ് വാങ്ങിയാൽ കൊണ്ടുവരാൻ ലൈൻ പോലും ഇല്ലാതിരുന്നത് വാർത്തയായ കാലം. ഇതിനിടെ രാജ്യമെമ്പാടുമുള്ള വൈദ്യുതി വിതരണ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കാനുള്ള നീക്കങ്ങൾ BJP സർക്കാർ ആരംഭിച്ചു. ഇതിനെതിരെ ചെറുവിരൽ അനക്കാതെ കോൺഗ്രസ് നിശബ്ദ പിന്തുണ നൽകി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ കേന്ദ്രം ശ്രമിച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് സർക്കാരും അതേ വഴിക്ക് സഞ്ചരിച്ചു. എന്നാൽ 2016 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ വന്നതോടെ കേരളത്തിന്റെ വൈദ്യുതി രംഗം അടിമുടി മാറി. പവർ കട്ടില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കഴിഞ്ഞ 9 വർഷവും അത് തുടരാൻ സാധിച്ചു. വൈദ്യുതി ഉപയോഗത്തിൽ വലിയ വർധനയുണ്ടായിട്ടും ഇത് സാധ്യമായി എന്നത് ശ്രദ്ധേയമാണ്. പ്രതിസന്ധികളെ മറികടന്ന് ഇടമൺ കൊച്ചി പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി. ട്രാൻസ്ക്രിപ്റ്റ് 2.0 പദ്ധതിയിലൂടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തി പ്രസരണ രംഗം ശക്തിപ്പെടുത്തി. ഇതിലൂടെ വൈദ്യുതി വിതരണത്തിനുണ്ടായ നഷ്ടം കുറയ്ക്കാനും കാര്യക്ഷമത കൂട്ടാനും സാധിച്ചു. കേരളം കണ്ട ഏറ്റവും മികച്ച വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ ഇതൊക്കെ നിസ്സാരമായി. കൃത്യമായ നയങ്ങളിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയുമാണ് ഈ കുതിച്ചുചാട്ടം സാധ്യമായത്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമേ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കൂ. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കാണാനും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ആ ഒരു പേജിൽ പറയുന്നത് പോലെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണത്. അധികാരത്തിൽ വരുന്നവർ ജനങ്ങൾക്ക് വേണ്ടി അധികാരം ഉപയോഗിക്കേണ്ടതിന് പകരം സ്വന്തം കീശ വീർപ്പിക്കാനായിട്ട് ആ അധികാരത്തിനെ വിനിയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അധികാരത്തിനെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരത്തിൻ്റെ അങ്ങേയറ്റമെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ പിണറായി വിജയൻ കാരണമാണ് പവർ കട്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്ന അടിമകൾക്ക് ഇതൊരു മറുപടി എന്നോണം തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്നത് എന്താണെന്നും ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്നും ഒക്കെ ഉള്ളൊരു താരതമ്യ പഠനം നടത്തേണ്ട ആവശ്യകതയൊന്നുമില്ല. ഒരു സാധാരണ അടിമയല്ലാത്തൊരു മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാവും. അടിമകൾക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, കാരണം അവന്മാരൊക്കെ എന്നും അടിമകൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം തെളിവ് സഹിതം കാണിച്ചു കൊടുത്താലും കമൻറ്റ് ബോക്സിലും മറ്റിടങ്ങളിലുമൊക്കെ മെഴുകാനായിട്ട് ഈ അടിമകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അടിമകളോട് എനിക്കൊന്നും പറയാനില്ല. ഈ കേരളത്തിലെ നല്ല മനുഷ്യരെ അറിയാവുന്ന, മനുഷ്യസ്നേഹികളെ അറിയാവുന്ന, മാനുഷിക ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകൾക്കറിയാം ഇവിടെ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാം പിണറായിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു സൂം മീറ്റിംഗ് നടത്തി, അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് ടീംസിലൊരു മീറ്റിംഗും തുടങ്ങിയിട്ടൊക്കെ വന്ന് രാവിലെ എങ്ങിരിക്കും. എന്ത് വന്നാലും മാധ്യമങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ മാധ്യമങ്ങൾ ചോദിക്കും. എങ്ങനെ വന്നാലും പിണറായി വിജയൻ
പവർ കട്ടിൻ്റെ കാരണം പിണറായി വിജയൻ, മഴയില്ലാത്തതിൻ്റെ കാരണം പിണറായി വിജയൻ, ഈ കറണ്ടിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപഭോഗം കൂടിയത് പിണറായി വിജയൻ കാരണമാണ്, നമുക്ക് ഡാമുകളിൽ വെള്ളമില്ലാത്തത് അതും പിണറായി വിജയൻ കാരണമാണ്, മഴമേഘങ്ങൾ ഇല്ലാതെ പോകുന്നത് അതും പിണറായി വിജയൻ കാരണമാണ്, ദേവേന്ദ്രൻ കനിയാത്തത് അതും പിണറായി വിജയൻ പൂജ ചെയ്യുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകാനായിട്ട് അധികാരത്തിൽ വന്നവരാണോ നിങ്ങൾ? ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് അധികാരത്തിൽ വന്നവരാണെങ്കിൽ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല. നിങ്ങളെല്ലാ ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു അജണ്ട എങ്ങനെയും പിണറായി വിജയനെ പറ്റി പറയണം. പിണറായി വിജയൻ തോറ്റു, ജനങ്ങൾ തോൽപ്പിച്ചു, ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം കൈമാറി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാം. കേരളത്തിനെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ പിണറായി വിജയൻ്റെ മൂടും താങ്ങിക്കൊണ്ടിരിക്കുന്നത്? അറ്റ് ദി സെയിം ടൈം പിണറായി വിജയൻ്റെ മൂട് താങ്ങാതെ നിങ്ങൾക്ക് പോയി വേറെ വികസനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാമെന്നൊരു താരതമ്യ പഠനം നടത്തി, അല്ലെങ്കിൽ അതിനുവേണ്ടി കൃത്യമായിട്ടൊരു പഠനം നടത്തി, ക്രമീകരണങ്ങൾ നടത്തി, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തുകൂടെ? എന്ത് വന്നാലും പിണറായി വിജയൻ്റെ വാലും പിടിച്ച് പിണറായി വിജയൻ്റെ നിഴലിൻ്റെ ഒപ്പം മണപ്പിച്ച് കിടക്കുന്ന വെറും പട്ടികളെ പോലെ ആയി പോകുന്നല്ലോ നിങ്ങളുടെ അവസ്ഥ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത്? കുറ്റം പറയാനും കള്ളം പറയാനും ചോറ് തിന്നാനും സ്വന്തം കീശ വീർപ്പിക്കാനും പണം തട്ടിയെടുക്കാനും കേരളത്തിനെ വിൽക്കാനും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചാൽ പോരാ. അങ്ങനെ ആയിരുന്നിരിക്കാം നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. ഇന്ന് നിങ്ങൾ ഭരണപക്ഷമാണ്. അങ്ങനെ ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യങ്ങൾ ഉയരപ്പെടും. ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരെ നിങ്ങളൊരു കമ്മിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ സംഘിയാക്കിക്കൊണ്ടോ സുഡാപ്പിയാക്കിക്കൊണ്ടോ ജിഹാദി ആക്കിക്കൊണ്ടോ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ആരാണെങ്കിലും വിമർശിക്കും. ഞാൻ പ്രത്യേകിച്ച്